ബിജുവിന് എന്നെ അറിയാം. ബിജുവിന് എന്നെ നന്നായിട്ട് അറിയാം. അവൻ്റെ അടുത്ത് ഒരു കളിയും നടക്കില്ല എന്നുള്ള അർത്ഥത്തിലാകാം, അല്ലെങ്കിൽ ബിജുവിന് എന്നെ പരിചയമുണ്ട് എന്നുള്ള അർത്ഥത്തിലാകാം. ഇനി എന്നെ എന്നെങ്ങനെ പറയും? എങ്ങനെയായിരിക്കും? ഐ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ എന്നുള്ളത് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം. എന്താണത്? ഞാൻ. അപ്പോൾ മൈ എന്ന് വെച്ചാൽ എന്താ? എൻ്റെ. അപ്പോൾ എന്നെ എന്നെങ്ങനെ പറയും? മീ. മീ എന്ന് വെച്ചാൽ എന്നെ. അറിയുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണെന്ന് നമുക്ക് പച്ചവെള്ളം പോലെ അറിയാം. അതെന്താണ്? നോ. KNOW നോ. ബിജു നോ മീ. ശരിയായോ? ഇല്ലല്ലോ. എന്തോ ഒരു പ്രശ്നം. ബിജു നോ മീ, ബിജുവിന് എന്നെ അറിയാം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നില്ലേ? ഫീൽ ചെയ്യുന്നുണ്ട്. ചെയ്യണം. കാരണം എന്താ? നമ്മൾ ആദ്യം തൊട്ട് പറയുന്നതാണ് ടെൻസിൽ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള വാക്കിൻ്റെ കൂടെ വേർബിൻ്റെ കൂടെ എസ് കൂടെ ചേർത്തേക്കണം. ബിജു എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലറാണ്. ഐ എന്നോ യു എന്നോ അല്ലല്ലോ, ബിജു എന്നല്ലേ. അപ്പോൾ അത് തേർഡ് പേഴ്സൺ സിംഗുലറാണ്. നമ്മൾ എസ്സും കൂടി ചേർത്ത് കൊടുത്തേ പറ്റുള്ളൂ. ഓരോ വാക്കുകൾ എന്താണ്? ബിജു ഒരു നൗണാണ്, ആ കാര്യത്തിലൊരു സംശയമില്ല. നോ എന്നുള്ളത് വേർബാണ്, അത് നമുക്കറിയാം, അറിയുക. പിന്നെ മീ എന്നുള്ളത് പ്രോനൗണും. അപ്പോൾ മൊത്തത്തിൽ ബിജു നോസ് മീ.